പുതിയതൊക്കെ കിട്ടുന്ന കൂട്ടത്തിൽ അത് മറക്കല്ല. 18 വയസ്സ് വരെ നോക്കി വളർത്തിയത്, കണ്ണിലെ കൃഷ്ണമണി പോലെയും കൊണ്ടു നടന്നത്. പൊയ്ക്കോ. നിനക്ക് ആ കോളൊന്നും എടുത്തൂടെ? ടീച്ചറാണല്ലോ, മോളുടെ ടീച്ചറാണല്ലോ. എന്താ ടീച്ചർ? ഹംദ ഇന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ലല്ലോ, എന്ത് പറ്റി? അല്ല, അവള് ഒന്ന് മോൾ ക്ലാസ്സിൽ തന്നെ കാണും. ചിലപ്പോ വയ്യാതങ്ങ് കിടക്കുവാണെന്ന് നോക്കേ. ഹംദ ഇന്ന് ബൈക്കിൽ ഒരു പയ്യനുമായിട്ട് കറങ്ങി നടക്കുന്നത് സ്കൂളില് ചില ടീച്ചേഴ്സ് കണ്ടിട്ടുണ്ട്. യൂണിഫോമിലായതുകൊണ്ട് പെട്ടെന്ന് പിടികിട്ടി. എന്റെ മോളായിരിക്കത്തില്ല. എല്ലാ പേരൻസും കുട്ടികളെ കുറിച്ച് ഇങ്ങനെയൊക്കെ തന്നെയാണ് കരുതുന്നത്. ആയിരിക്കത്തില്ല ടീച്ചറെ, ടീച്ചറിന് പ്രിൻസിപ്പൽ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. നാളെ പേരൻസ് വന്നെങ്കിൽ മാത്രമേ കുട്ടിയെ ക്ലാസ്സിൽ കയറ്റൂ. വരാം. ടീച്ചറിന് ചിലപ്പോൾ തെറ്റിയതായിരിക്കും. ഞാൻ വയ്യാതെ എവിടെയെങ്കിലും കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിരിക്കുന്ന, വീട്ടിൽ വന്നാൽ ഞാൻ വഴക്ക് പറയുന്ന വിചാരിച്ചങ്ങനെ കൂട്ടുകാരികളുടെ വീട്ടിലങ്ങ് പോയിരിക്കുന്ന. ഞാനോട് വരട്ടെ. ആരെ നമ്പർ എൻ്റെ ഇല്ല, ആരെ വിളിക്കും? നേരത്തെ ക്ലാസ് വിട്ടോ മോളാ? നേരത്തെ വിട്ടു. മോളിന്ന് ക്ലാസ്സിൽ പോകാതെ എവിടെയായിരുന്നു? തമാശ പറയുന്നു. ഞാൻ ക്ലാസ്സിലല്ലേ പിന്നെ പോയത്. ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ മോള് സ്കൂളിൽ പോകാന്നും പറഞ്ഞല്ലേ അമ്മ ചോറും പൊതിയൊക്കെ ആക്കി തന്നു വിടുന്നത്. എൻ്റെ മോള് സ്കൂളിൽ പോയിട്ടില്ല, വേറെ എവിടെ പോയിരുന്നു? എവിടെയായിരുന്നു? എന്തേ, നിനക്ക് വയ്യായിരുന്നോ? എല്ലാ കൂട്ടുകാരികളെയും വീട്ടിൽ പോയതാണ്. എന്തെങ്കിലും ആണെങ്കിലും ഉമ്മാടുത്തൊന്ന് വിളിച്ച് പറഞ്ഞൂടെ? നിനക്ക് വയ്യെങ്കിൽ നിനക്ക് വീട്ടിൽ തന്നെ തിരിച്ചു വന്നൂടെ? മോൾ എവിടെ പോയിരുന്നു? അതിന് ടീച്ചർ പറഞ്ഞത് വേറെ ഏതോ പയ്യൻ്റെ കൂടെ എൻ്റെ മോള് കറങ്ങാൻ പോയേക്കുന്നെന്നാ. അവർക്ക് സ്കൂളിൽ ഇൻഫർമേഷൻ കിട്ടിയെന്ന്. സത്യമാണോ? സത്യമൊന്നും ആയിരിക്കത്തില്ല. എൻ്റെ മോൾ അത്തരക്കാരിയോ? അത്തരക്കാരി മാത്രമല്ല, എൻ്റെ കുഞ്ഞല്ലേ നീ, കൊച്ചു കുഞ്ഞ്. 17 വയസ്സ്, 18ാമത്തെ വയസ്സാവുന്ന. അങ്ങനെയൊന്നും മോൾക്ക് അറിയത്തില്ല. ടീച്ചറിന് തെറ്റിയതായിരിക്കും അല്ലേ? ഞാൻ അനസിൻ്റെ കൂടെ അമ്മ പോയത്. അനസേ പാപ്പയുടെ കൂട്ടുകാര് ജലാലിക്കാട മോൻ. അവനെ എനിക്കിഷ്ടമാണ്. എനിക്ക് അവനെ കല്യാണം കഴിച്ചാൽ മതി. പ്രേമോ? അതൊക്കെ ഈ പ്രായത്തിൽ തോന്നുന്ന ചെറിയ ചെറിയ തമാശകളാ. അതിനൊക്കെ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മിണ്ടിയോ സംസാരിച്ചോ, അതൊക്കെ. അല്ലാതെ അന്നൊരു കല്യാണോ ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നയോ അതൊന്നും അല്ല. ഇപ്പൊ തോന്നുന്ന ഒരു ഫാന്റസി, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം നീ പഠിക്കേണ്ട സമയം. നീ ഇപ്പോൾ +2 ആണ്. ഇപ്പോൾ പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങി ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്യണം. ഇനിയുള്ള കാലത്തൊക്കെ വിദ്യാഭ്യാസം ഉള്ളവർക്ക് മാത്രമേ ജീവിച്ചു പോകാൻ പറ്റൂ. ആണായാലും പെണ്ണായാലും നല്ല വിദ്യാഭ്യാസം വേണം, ജോലി വേണം. അതിനുശേഷം നമുക്ക് കണ്ടെത്താം പാർട്ട്ണറേക്കാൾ. മോളിപ്പോൾ പഠിക്കാൻ നോക്ക്. വാ, കഴിക്കാൻ തരാം. പിന്നെ ഇനി മേലാൽ ആരെങ്കിലും കൂടെ പുറത്ത് പോയെന്ന് ഞാൻ അറിഞ്ഞാൽ പാപ്പയോടെയും പറഞ്ഞു കൊടുക്കും. ആ മനുഷ്യന് തകർന്നപ്പോ അത് വെച്ചാ ഞാൻ എന്നെ അവനെ കൊണ്ട് മാത്രമേ കെട്ടിക്കുമെന്ന് എനിക്ക് വാക്ക് തരണം. ഉമ്മ എനിക്ക് പാപ്പയുടെ വാക്ക് വാങ്ങിത്തരണം. പിന്നെ ആലോചിക്കാവുന്ന കാര്യ. ശരി ശരി, നീ കരയണ്ട, ഞാൻ സംസാരിക്കാം, മാപ്പിയോട് സംസാരിക്കാം. പക്ഷെ നീ എനിക്കൊരു വാക്ക് തരണം, ഇനി സ്കൂളിൽ പോകാതെ കറങ്ങി അടക്കത്തില്ലെന്ന്. ഇനി ഞാൻ പോവില്ല, ഉമ്മയ്ക്ക് വിശ്വസിക്കാം. വാ, കഴിക്കാൻ പോ. ചായ ഉണ്ടോ? വരുന്ന കണ്ടപ്പോഴേ ഞാൻ എടുത്തായിരുന്നു ചായ. മോള് വന്നാ? വന്ന്. എന്തേന്ന്? അവള് കിടക്കുന്നു.
പിന്നെ നിങ്ങളുടെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ ജലാലിക്ക, ആ. അയാളൊരു മോനുണ്ടല്ലോ അനസ്, അവൻ എങ്ങനെയാ? ഓ അവന്റെ കാര്യമൊന്നും പറയണ്ട. എന്താ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും അവിടെ പണയിൽ അവിടെ കിടക്കുന്ന എന്തൊക്കെയോ അടിച്ചു കയറ്റിയിട്ട് കിടക്കുകയെന്ന് തോന്നുന്നു. അയാളെ കാര്യം ഒരു കഷ്ടം. ചുമ്മാ പോലീസ് ഒന്ന് പിടിച്ചോണ്ട് പോകും. അയാൾ കൊണ്ട് എവിടെന്നെങ്കിലും പൈസ ഒപ്പിച്ചുകൊണ്ട് പെറ്റി അടിച്ച് ഇറക്കി കൊണ്ടുവരും. പിന്നെ പല സമയത്ത് നോക്കുമ്പോഴും അവൻ്റെ ബൈക്കിൻ്റെ ബാക്കിൽ ഏതെങ്കിലുമൊക്കെ പെമ്പിള്ളേരിന്ന് പോകും. അങ്ങനെയുള്ള ഇറക്കൻ. അവൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന നല്ലത്. അവനില്ലാത്ത ഒരു ദുശീലവും ഇല്ല. എന്ത്? അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അവൻ്റെ ഒന്നും കാര്യങ്ങൾ വീട്ടിൽ പറയാൻ പോലും കൊള്ളത്തില്ല. കടയിൽ ജോലിക്കാർ കുറവാണ്. ഞാൻ പോട്ട്. എൻ്റെ മോള് വലിയൊരു കെണിയിലാണല്ലോ റബ്ബിപ്പെട്ട് കഴിയുന്നു. ഈ പ്രായത്തിൽ ഞാൻ എങ്ങനെ അവളെ പറഞ്ഞ് മനസ്സിലാക്കും? തെറ്റേതാ ശരിയേതാന്ന് അറിഞ്ഞുകൂടാത്തൊരു പ്രായം. റബ്ബേ, എൻ്റെ മോക്കൊരു ഇതും തോന്നല്ലേ, നല്ല ബുദ്ധി തോന്നിക്കണേ. മോളെ, നീ ഉറങ്ങില്ലെന്ന് മനസ്സിലായി. പാപ്പ പറഞ്ഞെല്ലാം കേട്ടല്ലോ അല്ലേ? നമുക്ക് വേണ്ട മോളെ. എൻ്റെ പൊന്നോള് പഠിച്ച് +2 എങ്ങനെയും പാസ്സാവും. എന്നിട്ട് എന്തെങ്കിലും എന്ത് വേണമെങ്കിലും മോളെ പഠിപ്പിക്കാം. നല്ലൊരു ജോലിയൊക്കെ നേടി നമുക്ക്. എന്നിട്ട് അതെൻ്റെ മോള് അതിനുള്ള പ്രായമോ പക്വതയോ ഒന്നും ആയിട്ടില്ല. ആദ്യം ഒരു ജോലി, അതിനുശേഷം മതി. ഇനി അവനെ വിളിക്കുകയോ സംസാരിക്കുകയോ അവൻ്റെ കൂടെ പോവുകയോ ചെയ്യരുത്. ആ ഫോൺ ഇനി തന്നേരെ. ഫോണൊന്നും എടുക്കണ്ട. ഫോണവിടെ അമ്മ, ഫോൺ എടുക്കരുത്. എടുക്കണ്ട. തരത്തില്ല. ഇനി അവനുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട. ഞാൻ ടീച്ചറെ വന്ന് കാണാം. ഞാൻ ടീച്ചറോട് സംസാരിക്കാം. എന്റെ മോള് ഞാൻ ഒരു വഴിക്ക് പോകത്തില്ല. ഞാൻ കൊടുക്കാം ടീച്ചറിന് ഉറപ്പ്. 2-3 മാസം കൂടെ ഉള്ള എക്സാമിന്. അതുവരെ മോക്ക് ഫോണും വേണ്ട. ഇത് പാപ്പ അറിയാനും ഇടവരരുത്. ആ മനുഷ്യൻ താങ്ങത്തില്ല. മറന്നു പോയില്ലായിരുന്നെങ്കിൽ എന്തരം മറവി. ഇറങ്ങിക്കോ. നീ എത്താറായോ? ഇന്ന് തന്നെ പോണം. മറ്റന്നാളാണ് എനിക്ക് 18 വയസ്സാവുന്നത്. നാളെ ഒരു ദിവസത്തെ പ്രശ്നമേ ഉള്ളൂ. അത് കഴിഞ്ഞ ഒരു പ്രശ്നവുമില്ല. എനിക്ക് നിന്റെ കൂടെ മതി. ഇവിടെ ഒന്നും അമ്മ എന്നെ സമ്മതിക്കത്തില്ല. എല്ലാം പാപ്പയോട് പറഞ്ഞു കൊടുത്ത പിന്നെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ വരുവാ. നീ വന്നോ? എത്തുമ്പം ഞാൻ ഇപ്പൊ ഇറങ്ങാം. നീ അവിടെ എത്തിയോ? മോളെവിടെ യാത്ര പുറപ്പെടാമെന്ന് നിൽക്കുവാന്ന് തോന്നുന്നു. ഉമ്മായി ഉറങ്ങിയില്ല. ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ഓർത്തത് നാളെ മോക്ക് പഠിക്കാൻ പോകുമ്പോൾ തന്നുവിടാനേ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞു വെച്ചില്ലല്ലോ എന്ന്. അങ്ങനെ അരിഞ്ഞു വെച്ചിട്ട് വരുന്ന വഴിയാ. നാളെ മോക്ക് ക്ലാസ്സിന് പോണ്ടല്ലേ. ഇപ്പോഴേ എവിടെ പോന്ന? എവിടെ പോവാനാ എൻ്റെ മോളെ ഒരുങ്ങുന്ന? സ്വല്പ സമയമുണ്ടെങ്കിൽ ഉമ്മയോട് കുറച്ചു നേരം സംസാരിക്കാൻ എൻ്റെ മോക്ക് സമയമുണ്ടോ? കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി, എൻ്റെ മോക്ക് ഇഷ്ടപ്പെട്ട ആളോടായിരിക്കും. അവനെ നീ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടല്ലേ. അതല്ലേ അവൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചത്. ഉമ്മ തടയത്തില്ല. മോള് പൊക്കും. ഉമ്മയുടെ മനസ്സിലും ഇപ്പോഴും എൻ്റെ കൊച്ചുകുട്ടിയാ. ജീവിതം എന്താണെന്നറിയത്തില്ല. കുറച്ച് കാര്യങ്ങൾ ഉമ്മ ഒന്ന് പറയട്ടെ. മോക്ക് അത് കേൾക്കാനുള്ള ക്ഷമ ഉണ്ടാവും. നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നടന്നിട്ട് നീ ഒരു പുതിയൊരു ഭാര്യ എന്നൊരു പദവിയിലേക്ക് എൻ്റെ മോൾ പോന്നത്. മോൾ ഇത്ര നാൾ ജീവിച്ച പോലെ എല്ലാ സുഖവും കിട്ടണമെന്നൊന്നുമില്ല. ആദ്യകാലത്ത് എല്ലാം മനോഹരമായിരിക്കും. പതിയെ ജീവിതം യാഥാർത്ഥ്യം കാണിച്ചു തരും. വീട്ടുജോലികൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, അങ്ങനെ പലതും. എൻ്റെ മോൾ അതിലൊന്നും തളരരുത്. തളർന്നാൽ പിന്നെ പിടിച്ചു കയറാൻ പറ്റില്ല. അപ്പം നിനക്ക് തോന്നും നീ പറയുന്ന ആരും കേൾക്കുന്നില്ലെന്ന്. നിന്റെ കണ്ണീര് പോലും ആരും കാണാതെ പോകുന്നെന്ന് പോലും നിനക്ക് തോന്നും. അപ്പോഴും തളരരുത്, പിടിച്ചിരിക്കണം. പിന്നെ നീ ഒരു അമ്മയാവുമ്പോൾ ആ ഒരു ഉത്തരവാദിത്തത്തിലോട്ട് കിടക്കുമ്പോഴാണ് കുഞ്ഞ് ജനിക്കുന്ന തന്നെ ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ് മോളെ. അതോടൊപ്പം ഒരമ്മയുടെ പഴയ ജീവിതവും മാറും. നിന്റെ കുഞ്ഞ് ആദ്യമായി കരയുമ്പം നീ ഉറക്കം മറക്കും. അവൻ ചിരിക്കുമ്പോൾ
നിന്റെ എല്ലാ ക്ഷീണവും മാറും. അമ്മയാവുന്നതെന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുന്നതോ വസ്ത്രം ഇട്ട് കൊടുക്കുന്നതോ അതൊന്നും അല്ല. അവർക്കൊരു പനി വരുമ്പോൾ കൂടെ ഇരുന്ന് ഉറക്കമൊഴിച്ച് കാവലിരിക്കത്തില്ലേ, സ്വന്തം കൃഷ്ണമണി പോലെ. അവർക്കൊരാപത്തും വരരുതെന്ന് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ച്, എപ്പോഴും ഇങ്ങനെ ആ ഒരു പ്രാർത്ഥനയിൽ നടക്കില്ലേ, അതാണ്. തൻ്റെ മക്കളൊന്ന് വേദനിച്ചെന്നറിയുമ്പോൾ ആ പെടയുന്ന ആ മനസ്സിനകത്തൊരു വേദന ഉണ്ടാവും. അത് എങ്ങനെ പറയണമെന്ന് പറഞ്ഞു തരുന്ന അറിയില്ല. അവർ ഒരു ചെറിയ മുറിവ് ഉണ്ടായാൽ പോലും അവർക്കുണ്ടാകുന്ന വേദനയെക്കാളും കൂടുതൽ ആ അമ്മയുടെ മനസ്സിനായിരിക്കും. ആ മുറിവെന്ന് കരിയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ആ അമ്മ മനസ്സായിരിക്കും. തൻ്റെ മക്കൾക്കൊന്നും ഒരാപത്തും വരരുതെന്നായിരിക്കും എപ്പോഴും അവർ ഓരോ നടത്തയിലും ഉറക്കത്തിലും പോലും അവരുടെ ചിന്ത. അങ്ങനെയാവണം അമ്മ. പിന്നെ അവരുടെയൊക്കെ ജീവിതം എത്തുമ്പോൾ അവരൊക്കെ അവരുടെ വഴിക്ക് പോകും. അവരുടെ ഇഷ്ടങ്ങൾ നോക്കി, അവരുടെ താല്പര്യങ്ങൾ നോക്കി. അപ്പോഴും ചിലപ്പോൾ നിന്നെ അവർ മറക്കും. അപ്പം നീ പറയുന്ന വാക്കുകളൊന്നും അവർക്കതൊരു അവർ മുഖവിലക്ക് എടുത്തൊന്നും വരത്തില്ല. അപ്പോൾ നീ വെറും എന്താ അവരെ കണ്ണിലെ കരടായിരിക്കും. അപ്പോഴും എൻ്റെ മോള് തളരരുത്. ആ സമയത്ത് എൻ്റെ മോള് തളരരുത്. ആ സമയം പോയത് അറിഞ്ഞില്ല. മോരിത് പറഞ്ഞു, മോളിഞ്ഞ് താമസിക്കണ്ട, പോവാൻ നോക്ക്. ആ പിന്നെ മോള് ആ മഞ്ഞ ടോപ്പ് എടുത്താ? മറ്റന്നാൻ്റെ മോള് ബർത്ത്ഡേ അല്ലേ, അതിനിടാൻ വാപ്പി ഒരു ഉടുപ്പ് വാങ്ങിച്ചുകൊണ്ട് വെച്ചായിരുന്നു ആ ഷെൽഫിൽ. അത് മറക്കാതെ എടുക്കണേ. ഒന്ന് അതും കൂടെ ഇടണേ. പുതിയതൊക്കെ കിട്ടുന്ന കൂട്ടത്തിൽ അത് മറക്കല്ലേ. 18 വയസ്സ് വരെ നോക്കി വളർത്തിയത്, കണ്ണിലെ കൃഷ്ണമണി പോലെയും കൊണ്ടു കിടന്നത്. പൊയ്ക്കോ, ഞാൻ തടയത്തില്ല. പിന്നെ പോയിട്ട് ആരുമില്ലാന്ന് തോന്നുമ്പോ വേറെ ഇല്ലാതാവരുത്. ഞങ്ങളെ കൂടെ ഓർക്കണം. ചാരാനൊരു തൂണായിട്ടായാലും ഞങ്ങളുണ്ടാവും. ജീവനോടെ ഉണ്ടെങ്കിൽ. അമ്മേ കരയല്ല, കരയല്ല. എനിക്ക് സമയം താമസിച്ചു ഇരുന്നാ നേരം വിളിക്കും. ഉമ്മ വരണോ? റോഡ് വരെ വരണോ? ഉമ്മേനെ തോൽപ്പിച്ച് കളഞ്ഞ് എനിക്ക് എവിടെയും പോകണ്ട. നിങ്ങൾ ആരെയും വിട്ട് എനിക്ക് പോവണ്ട. എനിക്ക് നിങ്ങൾ മതി.